ഹലോ ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് ചാറ്റ്സ് വിത്ത് അഞ്ജലി നായർ. ഇന്ന് എനിക്ക് 2 യുവ സംരംഭകരെയാണ് കിട്ടിയിട്ടുള്ള അതിഥികളായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇതെൻ്റെ വെരി ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ഈ ഒരു കന്നി എപ്പിസോഡിൽ തന്നെ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 സംരംഭകരെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെ കഥയിലേക്ക് പോകാനാണ് ഞാൻ ആദ്യമേ താല്പര്യപ്പെടുന്നത്. അവരെന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. AR എന്ന് കേൾക്കുമ്പോൾ തന്നെ കുത്താമ്പള്ളിയിലുള്ള നാട്ടുകാരുടെ മനസ്സിൽ വരുന്ന 2 പേരുകളേ ഉള്ളൂ, അരവിന്ദും രാജുവും. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരുടെ വരെ മനസ്സ് കീഴടക്കിയ 2 ചെറുപ്പക്കാർ. 2 പേരുടെയും ജനനം തിരുവല്ലാമലയിലാണ്. എന്നാൽ അവർ പറയത്തക്കവണ്ണം അടുപ്പമുള്ള കൂട്ടുകാരൊന്നും ആയിരുന്നില്ല. രാജു 7ാം ക്ലാസ് വരെ പഠിച്ചത് GUPS കുത്താമ്പള്ളിയിലും 8 മുതൽ 10 വരെ പഠിച്ചത് GVHSS തിരുവല്ലാമലയിലുമാണ്. അരവിന്ദ് രാജുവിനേക്കാളും 1 വയസ്സ് മൂത്തതാണ്. അരവിന്ദ് പഠിച്ചതും 1 മുതൽ 7 വരെ GUPS കുത്താമ്പള്ളിയിലും പിന്നീട് 8 മുതൽ 10 വരെ മായന്നൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലുമാണ്. ഇത് രാജുവിന്റെ അച്ഛൻ രാംരാജ്, അമ്മ ചിത്ര, സഹോദരി രൂപിണി, സഹോദരിയുടെ ഭർത്താവ് സുഭാഷ്, അവരുടെ മകൻ ഹരിനന്ദ്. ഇത് അരവിന്ദന്റെ അച്ഛൻ അറുമുഖൻ, അമ്മ പൂങ്കൊടി, സഹോദരൻ മഹേഷ്, ഭാര്യ സുവർണ, മകൾ ആർണ സൻവീർ. ഇരുവരും കുത്താമ്പള്ളിയിലുള്ള ഒരു കൈത്തറി കടയിൽ ജോലിയിൽ പ്രവേശിച്ചു. രാജു സെയിൽസിലും അരവിന്ദ് അക്കൗണ്ട്സിലും അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചു. അവരുടെ അഭിരുചികൾ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം 500 രൂപയുടെ മാസവാടക വരുന്ന ഒരു കടമുറി എടുത്ത് കിട്ടിയിരുന്ന ശമ്പളത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ പൈസയും പലിശയ്ക്കും മറ്റും എടുത്ത് 3 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കടയിൽ വെച്ചു. ആദ്യ വിഷുവിന് 20 സാരി വിറ്റു. പിന്നീട് കലങ്കാരി എന്ന ബ്രാൻഡിന് വിൽക്കാൻ തുടങ്ങി. 2018 കുറച്ചുകൂടി സൗകര്യമുള്ള കടമുറിയിലേക്ക് മാറി. പിന്നീട് 2024 പ്രതിവർഷം 60 കോടി വിറ്റുവരവ് എത്തി നിൽക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ശരിയായ രീതിയിൽ വിനിയോഗിച്ച 2 ചെറുപ്പക്കാർ, അതിനുള്ള മാർക്കറ്റിംഗ് ടീം ഉൾപ്പെടെ 235 സ്റ്റാഫുകളിൽ വന്ന് നിൽക്കുന്ന ARന്റെ വിജയക്കൊടി. നമ്മൾക്ക് ARന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഹലോ രാജു. നമസ്കാരം. നമസ്കാരം. ഹലോ അരവിന്ദ്. നമസ്കാരം ചേച്ചി. നമസ്കാരം അരവിന്ദ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ 2 കൂട്ടരുടെയും കന്നി എപ്പിസോഡാണ്. ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? തീർച്ചയായിട്ടും. ആണോ? പേടിയുണ്ടോ? തീർച്ചയായിട്ടും നല്ല പേടിയുണ്ട്. ആദ്യത്തെ ക്യാമറ അല്ലേ? ക്യാമറയുടെ മുമ്പിൽ ഭയങ്കര ഡാൻസും അല്ലാതെയുള്ള നിങ്ങളുടെ കടയുടെ പ്രൊമോഷൻ, സോഷ്യൽ മീഡിയയിൽ തന്നെ വേറൊരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 2 പേരാണ് ഇവിടെ ഇരുന്ന് പേടി എന്നൊക്കെ പറയുന്നത്. ശരി, അപ്പൊ ഞാൻ എന്താ പറയുക, എനിക്കാണെങ്കിൽ ചോദ്യം ചോദിച്ച ഒരു ശീലമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പേടിയുടെ ആവശ്യമേ ഇല്ല. ഓക്കെ. അപ്പൊ നമ്മളുടെ കുറെ പ്രൊഫഷണൽ വിശേഷങ്ങളും പേഴ്സണൽ വിശേഷങ്ങളൊക്കെ എനിക്ക് ചോദിച്ചറിയണമെന്നുണ്ട്. കാരണം AR കടയുടെ വിശേഷങ്ങളൊക്കെ ലോകമെമ്പാടും എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അല്ലാതെയുള്ള വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൈത്തറി ബിസിനസ്സിൽ വരാനുള്ള ഒരു കാരണം എന്താണ്? നമ്മള് അച്ഛൻ, മുത്തച്ഛൻ എല്ലാവരും ഇതിന്റെ തൊഴിലാളികളാണ്, നെയ്ത്തിന്റെ. അതായത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഈ നെയ്ത്തിന്റെ ഇതാണ് എല്ലാവരും. അതെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൊച്ചി രാജാവിനെ നെയ്യാൻ വേണ്ടി വന്നതെന്നാണ് നമുക്ക് അറിഞ്ഞ അറിവിൽ ഞങ്ങൾ പറയണത്. അപ്പോൾ അവർക്ക് നെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുടുംബങ്ങൾ ഞങ്ങൾ മൈസൂർ ആ ഭാഗത്തുനിന്ന് കുത്താമ്പള്ളിക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് മുതൽ ഇങ്ങനെ വീവിങ് ഇത് മാത്രമാണ്. അതിൽ കുറേ ആൾക്കാർ ബിസിനസ്സായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. കുറേ ആൾക്കാർ, കൂടുതലും ഏകദേശം എൻ്റെ ചെറുപ്പത്തിലൊക്കെ 1300 1400 തറകളോളം കുത്താമ്പള്ളിയിൽ വീവിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ കൂടിയിട്ട് 130 140 തറയാണ് ടോട്ടലി വീവിങ് ഉള്ളൂ. ടോട്ടലി കുത്താമ്പള്ളിയിൽ അത്രയേ ഉള്ളൂ. ഇപ്പൊ അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീവിങ്ങിന്റെ കോസ്റ്റ്, കൂലി കുറവാണ്. മെയിനായിട്ട് കൂലിയാണ് എല്ലാവർക്കും ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതേപോലെ ഓരോ തറിക്കാരും ഇപ്പൊ കുറഞ്ഞു വരാണ്. ശരി. പുതിയ തലമുറകൾ വരുന്നില്ല. അപ്പൊ നിങ്ങള് ഇതില് എന്താണ്, നിങ്ങളിപ്പോ ഒരുപാട് ഈ ബിസിനസ്സിൽ തന്നെ ഒരുപാട് റിസ്കുകളും ചലഞ്ചസും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട്. പക്ഷെ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒരു പ്രിക്കോഷൻസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ബിസിനസ് ചെയ്യാൻ വന്നപ്പോ? അതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നേ ഞങ്ങളും ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഷോപ്പിൽ 2-3 ഷോപ്പും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഷോപ്പിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആദ്യം പഠിച്ചു. എങ്ങനെയൊക്കെയാണ് ബിസിനസ്, ഇപ്പോൾ ഹോൾസെയിലായിട്ട് കടകൾക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തേതായിരുന്നു ബിസിനസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കടങ്ങളായിരുന്നു കൂടുതലും. കടബാധ്യതയാണ്. ഞങ്ങളുടെ 2 കൂട്ടി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആദ്യം ഇറക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ കുത്താമ്പള്ളി തന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തയ്യാണ്ട് ഞങ്ങൾ കുറേ പുറമേയുള്ള കടകൾക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കടബാധ്യത കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറെ പൈസ നഷ്ടമായി പോയി. ഈ പൂപ്പലും ഇതൊക്കെ ആയിട്ട് കുറെ കട അടയ്ക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നല്ലോ എത്രയോ ദിവസങ്ങള്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മുടെ തുണികളൊക്കെ നാശമായി. ഏകദേശം 10-15 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓൺലൈൻ പറഞ്ഞിട്ടുള്ളൊരു
ഒരു ബേസിക് ഉണ്ടായിരുന്നു. അതിൽ രാജുവാണ് മെയിനായിട്ട് പറയാനുള്ളത്. രാജുവിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ഏറ്റവും 100% രാജുവിൻ്റെ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അതായത് നിങ്ങൾ ഈ കോവിഡ് സമയത്താണോ അപ്പോൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് ചിന്തിച്ചത്? അല്ല, അതിനു മുന്നേ രാജു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്പോൾ കയറി വന്നതാണ്. ആദ്യം ഫേസ്ബുക്കിലായിരുന്നു. അതിൽ തന്നെ കുറച്ച് 1-2 ഓർഡറുകൾ പിടിക്കും. ഇപ്പോൾ 1-2 ഓർഡർ പിടിക്കുന്നതും ഷോപ്പുകൾക്ക് അയക്കുമ്പോൾ ബൾക്ക് ഓർഡറും അതൊക്കെ ഞാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജു കുറച്ച് ചെറിയ ഓർഡറുകളൊക്കെ പിടിച്ച് അതിനയക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ ഭയങ്കര ഇതായി. അപ്പോൾ ഓൺലൈൻ പർച്ചേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും എല്ലാവർക്കും ആകർഷണമായിരുന്നത്. അപ്പോൾ ഞാനും രാജു മാത്രം ഓൺലൈൻ ഷോപ്പുകൾ ക്ലോസ് ഉള്ള സമയത്ത് ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ വീട്ടിലേക്കൊന്നും പോയില്ല. അപ്പോഴും ഷോപ്പിൽ തന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങളുടേതായ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കൊറോണ ഓപ്പൺ ആയതിനു ശേഷം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചെയ്ത അതിൻ്റെ ഫലമായിട്ട് ശേഷം ഒരു 10-15 സ്റ്റാഫിന് വെക്കാനുള്ള അവസരം കിട്ടി. അതിലൂടെയാണ് ഞങ്ങൾ ഒന്നും കൂടി അതായത് ഈ കോവിഡിന് ശേഷം പിന്നെ നിങ്ങൾ വന്നത് ഒരു 15 സ്റ്റാഫുകളുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് ഓൺലൈൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാണ്ട് നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫുകൾ വേറെ ഉണ്ട്. പിന്നെ അതിലൂടെ ഞങ്ങൾക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല ക്ലിക്കായി. അതിലൂടെ ഞങ്ങൾക്ക് കസ്റ്റമർ വരാനും തുടങ്ങി. ഞങ്ങൾക്കും വീവേഴ്സിനും ഞങ്ങൾ ഇപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും സാധാരണ. അത് കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം നമുക്ക് ഓർഡർ വരാറുള്ളൂ ഷോപ്പുകളിൽ നിന്ന്. അപ്പോൾ മാത്രം നമ്മളിൽ ക്യാഷിൻ്റെ ടൈറ്റ് കുറയുള്ളൂ. പിന്നെ റിപ്പീറ്റ് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇത് സ്റ്റോക്ക് ചെയ്ത് കയറ്റണം. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഡയറക്റ്റ് വീവേഴ്സിന് നൂല് എടുക്കാനും വീവേഴ്സിന് പറ്റാവുന്ന കൂലി കൊടുക്കാനും എല്ലാത്തിനും നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് നല്ലൊരു ഇത് തന്നെയാണ് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിജയകഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വരുന്നത്? ഇപ്പം ഇതൊക്കെ നിങ്ങൾ സഹിച്ച ഓരോരോ ഘട്ടങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു മൊമെന്റ് ആലോചിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത് നിങ്ങളുടെ ഈ ഒരു ജൈത്രയാത്രയിൽ? ശരിക്കും ഓരോ അടികളാണ് ജീവിതത്തിൽ പഠിക്കുന്ന ഓരോ അടികളാണ്. ശരിക്കും ഞാൻ ഏകദേശം ഒരു 14-15 കൊല്ലം ചെറുപ്പം ഇതിൽ ഞാൻ ഏകദേശം ഇവിടെ ശബരിമലയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് വരും. ഒരു 10-40 ആളായിട്ട് ശബരിമലയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ലുലു മാളിൽ നിന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എന്ത് വേണിച്ചാലും വാങ്ങിക്കാം. അത് ദയവായിട്ട് തന്നതായിരിക്കാം, ഞങ്ങളുടെ കടുത്ത അധ്വാനം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയായിരുന്നു. അതേപോലെ സ്കൂളിൽ മിഠായി കൊടുക്കാനായിട്ട് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഇപ്പോൾ സ്കൂളിൽ മൊത്തം ഒരുപാട് സ്കൂളുകൾക്ക് മിഠായി കൊടുക്കാനുള്ള ഭാഗ്യം. അത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എനിക്ക് ആ ഒരു റീൽസൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിലേക്കൊക്കെ ഞാൻ കടക്കാം. അതിനു മുമ്പായിട്ട് ഇപ്പം ഈ പറഞ്ഞല്ലോ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ലുലുമോളിൽ കയറിയപ്പോൾ പോലും മിഠായി വാങ്ങാൻ പറ്റാത്ത കഥ. അതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇൻസൾട്ടുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ആ ഓരോ ഇൻസൾട്ടുകളും ചിലപ്പോൾ ബാഡായിട്ടും ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് ചിലപ്പോൾ വളരെ മോശമായിട്ട് അവർ ചിലപ്പോൾ അവരെ ലൈഫിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും. ചിലവർക്ക് വാശിയായിരിക്കാം, ചിലവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും ആ ഒരു ഇൻസൾട്ടിൽ നിന്ന്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ രാജുവിന് മെയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാജു പറയൂ, എന്താണ് രാജു ആ കഥ? അത് പണ്ട് ഞാനും ഒരു വേറെ ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. അതായത് 2008 ക്ലാസ് മുതൽ ഓരോരു ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ടും അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ഷോപ്പിലേക്ക് തുണി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഓണറിൻ്റെ സീറ്റുകളുണ്ട്. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പ്രായംകാരനായിരിക്കാം, ഇരുന്ന് കറങ്ങണം എന്നൊരു ആഗ്രഹം പെട്ടെന്ന് വന്നുപോയി. അപ്പോൾ ആരുമില്ല പറഞ്ഞിട്ട് നേരെ പോയിട്ട് ആ സീറ്റ് ഇരുന്ന് കറങ്ങി. ഞാൻ 2 വട്ടം ഇങ്ങനെ കറങ്ങിയതാണ്. അപ്പോൾ കറങ്ങി വന്നാൽ അവിടുത്തെ ഒരുത്തൻ ഒരു ചേട്ടൻ വേഗം വന്നിട്ട് നിനക്ക് ഈ സീറ്റിൽ ഇരിക്കണോടാന്ന് ചോദിച്ചു. ഈ സീറ്റിൽ ഇങ്ങനെ കഴുത്ത് പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയി പുറത്തേക്ക് വിട്ടു. പുറത്തിറക്കിയിട്ട് നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നാൽ മതി, നീ ഇപ്പോൾ ഒരു കടയിൽ ജോലിക്കാരനാണ്, നിനക്കിപ്പോൾ ഈ സീറ്റിൽ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. ഇല്ല കേട്ടോ, സോറി എന്ന് പറഞ്ഞ് പറയേണ്ട ഒരു മയത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ സോറി ഏട്ടാ പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വന്നിട്ട് ആകെ ഒരു സങ്കടം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആലോചിച്ചാൽ ഭയങ്കര വിഷമമാണ്. ഇപ്പം എന്തായാലും അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയൊരു ചെയർ തന്നെ നമുക്ക് ദൈവം ഉറപ്പായിട്ട് 4 ചെയറുകൾ അവിടെ ഇവിടെ. അതെ, ഞാൻ ഇവരുടെ ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. രാജു ഇരിക്കുന്ന ആ ചെയറും ആ ഒരു ആഡംബരമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ തിരുവല്ലാമല പോലത്തെ ഒരു നാട്ടിൽ ഇങ്ങനത്തെ 2 പേര് അവരെത്തി നിൽക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് ആണ് ശരിക്കും. അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ രാജുവിന്റെ ഒരു ഇൻസൾട്ട് കഥ കേട്ടു. അരവിന്ദന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല? എനിക്കും ഇത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ല, ലുലു മാൾ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ആ ഒരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെ ലുലു മാൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസൾട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തോ പെയിന്റ് എന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താ സംഭവം? അത് ഒരു ഞങ്ങളുടെ ആ
ഭാഗത്ത് ചെറിയ ചെറിയ കടകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ വെക്കേഷന് പിള്ളേരായിട്ട് എല്ലാവരും കൂടിയിട്ട് ഓരോ ഷോപ്പുകളിൽ കയറും. അപ്പോൾ കയറിയിട്ട് ഞങ്ങൾ വെക്കേഷൻ സമയത്ത് 2 മാസം ലീവാണ്. ആ ലീവ് സമയത്ത് നമ്മളെ ബുക്ക് വാങ്ങിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് 1000-2000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ജോബിന് പോയി കഴിഞ്ഞാൽ നീ കടയിൽ തന്നെ സെറ്റിലാവും, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് വരില്ല പറഞ്ഞിട്ട് പോകണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ +1 +2 പഠിക്കുമ്പോഴേക്കും ഒരു പെയിൻറ് അടിക്കുന്ന ചേട്ടൻ നമുക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് പോയി, ഒരു പെയിൻറ് ജോലിക്ക് വേണ്ടി പോയി. അപ്പോൾ ഏകദേശം ഒരു 5 ദിവസത്തോളം പെയിൻറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹെൽപ്പറായിരുന്നു. അപ്പം ഞാനും പെയിൻറ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പെയിൻറ് അടിക്കണം. ഇവർ മാത്രം അടിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ അടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഇവർ ടീ ടൈമിൽ ഞാൻ മെല്ലെ കയറിയിട്ട് പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പെയിൻറ് അടിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് ഒരു ബക്കറ്റ് എടുത്തിട്ട് പെയിൻറ് അടിക്കാൻ കയറിയപ്പോൾ റൈറ്റ് സൈഡിൽ കറക്റ്റ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഈ ഭാഗത്ത് അടിക്കുമ്പോഴേക്കും ഈ ബക്കറ്റ് തന്നെ അങ്ങോട്ട് വീണു. അതായത് ഫിനിഷ് ചെയ്ത ഭാഗത്തേക്ക് പെയിന്റിങ് വീണു. അടിപൊളി. വീണതും പിന്നെ ആ ചേട്ടൻ വന്നു, ഇതാരെങ്ങനെ ചെയ്ത് ചോദിച്ചു. പിന്നെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ ചേട്ടൻ ഞാനാണ് ചെയ്ത്, എനിക്ക് അറിയാണ്ട് സമ്മതിച്ചു. അപ്പൊ തന്നെ കഴുത്ത് പിടിച്ചിട്ട് നീ പൊക്കോ, ഇനി മുതൽ വരണ്ട പറഞ്ഞു. അത് പിന്നെ ഒരു അനുഭവമായിരുന്നു അത് ശരിക്കും. അല്ല, ഇത് ഓരോരുത്തരുടെ പെരുമാറ്റ രീതിയാണ്. നമുക്ക് എത്ര നന്നായിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ എത്ര മോശമായിട്ട് പറയാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അവരവരുടെ കയ്യിലിരിക്കുന്ന ഓരോ രീതികളും സ്വഭാവങ്ങളും ഒക്കെയാണ്. അത് പറയുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഒന്നും മറക്കാൻ പറ്റാത്ത ഇതെല്ലാം ഓരോ വാശിയായിട്ട് മനസ്സിലുണ്ടാവട്ടെ, എല്ലാം നന്മയിലേക്ക് തന്നെ വന്ന് ചേരട്ടെ ആ വാശി. ഇപ്പൊ നിങ്ങൾ കറങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയറില്, നിങ്ങൾ ഇതേപോലെ വിദേശത്ത് കറങ്ങിയിട്ടുണ്ടോ? വിദേശത്ത് വിമാനത്തിൽ കയറി തന്നെ ഇപ്പോ ഈ ഒരു വർഷമായി ഉണ്ടാവും. ഒരു വർഷം. എവിടെ പോയത്? ആദ്യം പോയത് ഇവിടുന്ന് ചെന്നൈയിലേക്കാണ്. ചെന്നൈ. അത് വിമാനത്തിൽ പോകണമെന്നൊരു ആഗ്രഹം, ടൂറായിട്ടല്ല. ഞാനും അരവിന്ദും കൂടി വിമാനം. നിങ്ങൾ രണ്ടുപേരും മാത്രം? ഞാനും രാജുവും എൻ്റെ വൈഫും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പോണ്ടിച്ചേരിക്കാണ് പോയത്. ഇപ്പോൾ ചെന്നൈക്ക് ഫ്ലൈറ്റിൽ കാരണം പറഞ്ഞിട്ട് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈ എത്തി. ചെന്നൈയിൽ നിന്ന് പിന്നെ പോണ്ടിച്ചേരിക്ക് ബസ്സിൽ പോയി ഇറങ്ങിയിട്ട് ഒരു സന്തോഷം. അന്ന് ആദ്യമായിട്ട് പോയത്, പിന്നെ എവിടെയും പോയിട്ടില്ല? ചെന്നൈ കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും പോയിട്ടുണ്ടോ? റീസെന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ. മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ കണ്ടിട്ട് അതൊന്നും കണ്ടില്ലല്ലോ മാധ്യമങ്ങളിലൊന്നും, എവിടെയും അതായത് സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടില്ലല്ലോ. ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. ഫോട്ടോ അല്ല, സ്റ്റാറ്റസ്. ഞാൻ എന്തുകൊണ്ട് സ്റ്റാറ്റസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ്, ഞാൻ ഇൻസ്റ്റയിലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അതൊക്കെ എന്താ ഇടാഞ്ഞ്? അതൊക്കെ അറിയണ്ടേ, എല്ലാവർക്കും സന്തോഷമാകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ യാത്ര, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ വളർന്നു, പക്ഷെ നിങ്ങൾ എങ്ങനെ വിദേശ രാജ്യങ്ങളൊന്നും കാണണം എന്ന് ഇവർക്ക് ആഗ്രഹമൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ല, അതിനുള്ള സമയം ഇനി ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അറിവില്. പടിപടിയായിട്ട് വളർന്നാ മതി. പക്ഷേ ഭയങ്കര മാർക്കറ്റിംഗ് തന്ത്രങ്ങളാട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്? ഞാനും കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എന്തെങ്കിലും തന്ത്രങ്ങളും മന്ത്രങ്ങളും രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂട്ടുപൊളിച്ച് ഈ പബ്ലിക്കിനെയും കൂടെ അറിയിക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും കൊണ്ട് പറ്റാവുന്ന അറിയിക്കും. പിന്നെ എല്ലാം അനുഭവത്തിൽ പഠിക്കുന്നതാണ്. എല്ലാ അനുഭവത്തിൽ നിന്ന്. എനിക്ക് അങ്ങനെ അനുഭവമൊന്നും ഇല്ല ഇതുവരെ പഠിക്കാൻ. ഇപ്പൊ ഞാനും അരവിന്ദ് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്ത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് കേട്ടോ. ഇപ്പൊ എൻ്റെ അച്ഛൻ നല്ല രീതിക്ക് തന്നെ സമ്പാദിച്ചു വെച്ചു. ഇപ്പൊ ഞാൻ ഡയറക്റ്റായിട്ട് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആ സ്റ്റൈലിലേ ചെയ്യേണ്ടാവുള്ളൂ. ഇപ്പൊ ഒന്നുമില്ലാത്തതിന്റെ ആ ഒരു ചവിട്ടുപടിയിൽ വരണ കാരണം വളരെ നമുക്ക് ഒരു കഷ്ടം ബാക്കൗട്ട് തന്നെ ഉണ്ട്. അപ്പൊ അത് കാരണം ഓരോരുത്തർ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം, എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ അതിലൂടെ പഠിച്ചു വന്നു. അപ്പൊ അത് കാരണം നമുക്ക് ഓൾറെഡി നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ദിവസം 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇറങ്ങിയ ദിവസങ്ങളുണ്ട്. ഈ വെക്കേഷൻ സമയമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജ്യൂസ് കമ്പനി ഉണ്ട്. ജ്യൂസ് കമ്പനിക്ക് വൈകുന്നേരം 7 മണി മുതൽ 1 മണി 2 മണി വരെ ഷിഫ്റ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ 3 മണി മുതൽ 8 മണി വരെ ഷിഫ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരെ കുളിക്കുക, പിന്നെ ഷോപ്പിൽ പോവുക. ഷോപ്പിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടേതായ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ഓണർ. അപ്പോൾ ഞങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യും. അതേപോലെ ഞങ്ങൾക്കുള്ള വരുമാനം ഇന്നൊരു ഭാഗത്തു നിന്ന് വരുത്തണം വേണം. അപ്പോൾ രാജുക്കായിരുന്നു അതിൽ മെയിനായിട്ട് മാനേജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും അതിൽ പോയിട്ടുണ്ടായിരുന്നു, വർക്കിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്രയും കണക്ഷൻ ഉണ്ടായിരുന്നില്ല. വേറെ ഷോപ്പിലാണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് രാജു വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ കയറി. പിന്നെ അങ്ങനെ അവിടെയും ഇതേപോലെ നൈറ്റ് വർക്കും ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്രയും എത്തി നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ സന്തോഷത്തിനേക്കാൾ ഉപരി നമ്മുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു അഭിമാനവും സന്തോഷവും അതൊക്കെ പറയാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറമാണ്. അതെന്താ, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അവരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പെരുമാറ്റത്തിലൂടെയാണോ, വർത്തമാനത്തിലൂടെയാണോ, അല്ലെങ്കിൽ അവർ വേറൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ രാജുവിൻ്റെ മോനാണ്, അരവിന്ദൻ്റെ മോനാണെന്നൊക്കെ പറയുന്നത്, അത് നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്? അതിപ്പോ പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ പിന്നെ രാജുവിന്റെ മോനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. എവിടെ പോയാലും അവർ ഓട്ടോമാറ്റിക് അവര് രാജുവിന്റെ അച്ഛനാണ്. അതെ, ആൾക്കാർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട്, ഇതാണ് അയ്യാറിന്റെ അച്ഛൻ, ഇതാണ് അയ്യാർ അച്ഛൻ. ഇപ്പൊ വിളിക്കേണ്ടത് തന്നെ അയ്യാറമ്മ. ആണോ? അത് ശരി. ഓ,
നോർമൽ അറിയാമല്ലോ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ തന്നെ ഒരാൾ മിണ്ടും പോലും ഇല്ല. പക്ഷെ ഇപ്പോൾ പോകുമ്പോൾ തനിച്ചുള്ള അവർക്ക് തന്നെ അറിയണ്ടേ എന്ത് പറ്റി നമുക്ക്, ഞങ്ങൾ നോർമൽ മനുഷ്യന്മാരാണല്ലോ, അപ്പൊ ഇത്രയും ഇതാണല്ലോ, അങ്ങനൊക്കെ ഒരു ഇത് സന്തോഷം. മക്കളാൽ അവർ ഭയങ്കരമായിട്ട് ഇപ്പൊ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ കുത്താമ്പള്ളിയിൽ ഏകദേശം നിങ്ങൾ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് AR അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ എവിടെയെങ്കിലും ARന്റെ ബ്രാഞ്ച് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ട്. അതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കേരളത്തിൽ എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ 14 ഡിസ്ട്രിക്റ്റിന്റെ പേരിട്ടുണ്ട്, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതില് ഏകദേശം 1.5 മില്യൺ അടക്കമാണ് പോയിരിക്കുന്നത്. അതെന്താ അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ നിങ്ങൾ തയ്യാറായത്? അവർ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ്? ഓരോ കസ്റ്റമറും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഷോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണം, ഞങ്ങൾക്ക് 5 or 2 പീസ് കാണിച്ചാലും ഞങ്ങൾ ഇത്രയും ദൂരം വരണം എന്ന് അവര് പറയുന്നുണ്ട്. ദിവസം കേൾക്കണതാണ്. അതിന് വേണ്ടിട്ട് അതിന് വേണ്ടി വീഡിയോ ഇട്ടതാണ്, ജസ്റ്റ് ഒരു വീഡിയോ. നിങ്ങൾ കറക്കി കൊത്തി ഒരു സ്ഥലം കണ്ടുപിടിച്ചോ? അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന സ്ഥലത്ത് ബ്രാഞ്ച് ഇടാന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എറണാകുളം. സന്തോഷം. ഒരു 10,000 ലൈക്കോളം വന്നിട്ടുണ്ട്. സെക്കൻഡ് ട്രിവാൻഡ്രം, തേർഡ് കണ്ണൂര്, ആലപ്പുഴ. പിന്നെ നോക്കുമ്പോൾ ഒരിക്കലും മൂന്നാമത്തോട് നിൽക്കും വിചാരിച്ചു. 14 ഡിസ്ട്രിക്റ്റും വന്നിട്ടുണ്ട്. ശരി, എല്ലാം കണ്ണൂർ, കാസർഗോഡ്. തീരുമാനിച്ചില്ല നിങ്ങൾ എവിടെയാന്ന്? തീരുമാനിച്ചില്ല, ഇനി വേണം തീരുമാനിക്കാൻ. ആദ്യത്തെ ഒരു ഇത് എറണാകുളം തന്നെയാണ്. തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എറണാകുളം ഏകദേശം ഒരു നിൽക്കുന്നത്, ബ്രാഞ്ച് വരാണെങ്കിൽ എറണാകുളം തന്നെയാണ് വരുള്ളൂ. അടിപൊളി. പിന്നെ സെക്കൻഡ് അതിപ്പോ പറയുന്നില്ല, വേണ്ട പറയണ്ട, അതങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതെ അതെ അതെ, എല്ലാം അങ്ങനെ വിട്ടു പറയാൻ പറ്റില്ല, കുറേശ്ശെ ആയിട്ട് കൊടുക്കും. പക്ഷെ ഞങ്ങള് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കേരളം മൊത്തം നമ്മളെ ഇങ്ങനെ ഏറ്റെടുക്കുന്ന വിചാരിച്ചില്ല. എല്ലാ കസ്റ്റമറും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാ ബ്രാഞ്ച്, ഞങ്ങൾ ഇത്രയും ദൂരം വരുന്നുണ്ടല്ലോ, ഒരെണ്ണം തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കാണ്. ശരിക്കും ഇത്രയും ഇങ്ങനെ ഒരുപാട് ഓടി നടന്ന വർക്കൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് കൈത്തറിയിൽ കൈവച്ചാലോ എന്നൊക്കെ തോന്നിപ്പോവും അല്ലേ? എനിക്ക് എപ്പോഴേക്കോ തോന്നിയിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലോ ബിസിനസ്, ഞാനും ചെയ്താലോ കുറച്ചൊക്കെ. പക്ഷെ ഞാനങ്ങനെ വരാൻ എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരാൻ താല്പര്യമുള്ളവരോട് നിങ്ങൾക്ക് എന്തായാലും സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജ് പറയാനുള്ളത്? സ്വീറ്റ് ആയിട്ട് മെസ്സേജ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ കുത്താമ്പള്ളി എന്നുള്ള പേരിൽ ഒരുപാട് സ്ഥലത്ത് ഈ ബ്രാൻഡിൽ എറണാകുളത്തും ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ബൊട്ടിക്കുകളിൽ ഈ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് പറയണത് ഈ കുത്താമ്പള്ളി എന്നുള്ള പേരിൽ നമുക്ക് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. കുത്താമ്പള്ളി എന്നുള്ളൊരു പൊതു പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഈ ഒരു പേര് യൂസ് ചെയ്യാം. അപ്പോൾ കുത്താമ്പള്ളി എന്ന് പേര് കേട്ടാൽ തന്നെ ആൾക്കാർ ഓടി എത്തുന്നുണ്ട്. അപ്പോൾ ആ പേര് യൂസ് ചെയ്യാം ഈസിയായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാറുണ്ട്. കൂടാണ്ട് അവരെന്താണോ റിക്വയർമെൻറ്റ്, അവർ സെറ്റുമുണ്ട്, സെറ്റ് സാരി, കുത്താമ്പള്ളി എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ സെറ്റുമുണ്ട്, സെറ്റ് സാരിയാണ്. ഇപ്പോഴാണ് കളർ സാരി, പട്ടുസാരി എന്നൊക്കെ ആയി മാറിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് കൊടുക്കാറുണ്ട് നമ്മൾ. നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ ഭയങ്കര യുണീക്നെസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പുതിയ ട്രെൻഡൊക്കെ എങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഇൻസ്റ്റയിലൂടെയും മറ്റേ FB-യിലൂടെയൊക്കെ തന്നെയാണോ ഫോളോ ചെയ്യുന്ന ട്രെൻഡ്? അതോ നിങ്ങൾ ഏതെങ്കിലും ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കി അങ്ങനെയാണോ? എന്താണ്? ഇൻസ്റ്റയിലൂടെയും സോഷ്യൽ മീഡിയ അത് നമ്മൾ റിലീസ് ചെയ്യുന്നതാണിത്. ഇത് നമ്മൾ തന്നെ രണ്ടുപേരും കൂടി വരച്ചുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ കലങ്കാരി അജരക്കൻ ഡിസൈനാണ്. അപ്പോൾ അരവിന്ദ് പറയും, എടാ ഈ ഡിസൈൻ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് നമുക്ക് ഇങ്ങനത്തെ കഥകളി കൊടുക്കാന്ന് പറയും. നിങ്ങളുടെ മാത്രം കസ്റ്റമൈസേഷൻ ആണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും പോകാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾക്ക് പോയിട്ട് ഇപ്പൊ വേണമെങ്കിൽ ഒരു ഡിസൈൻ മാറ്റിയെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസൈൻ പറയേണ്ടത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് എവിടെയും കാണില്ല, കാരണം നമ്മളാണ് ചെയ്യണത്. ഈ ഡിസൈനിൽ തന്നെ 200-300 ഡിസൈൻ ഉണ്ട്. കഥകളി വരെ എല്ലാ ഡിസൈൻ ഉണ്ട്. നിങ്ങളുടെ ഫോട്ടോ വരെ വെക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞതിൽ കാന്താര പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ആ ഡിസൈൻ ആയിരുന്നു എല്ലാവർക്കും വേണ്ടി. നിങ്ങൾ വരയ്ക്കോ? അത് ഞങ്ങൾ ആദ്യം ഈ മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈനിങ്ങിനൊക്കെ ഉണ്ടല്ലോ, അവരെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഡിസൈൻ ഇങ്ങനെ ചെയ്തു തരാൻ പറയും. അത് വെച്ചിട്ട് ഞങ്ങളുടെ ഷട്ടിലും മുണ്ടിലും ഇതൊക്കെ നോക്കും. അതേപോലെ സാരിയിൽ സെറ്റ് മുണ്ടിലും എല്ലാത്തിലും സെറ്റാക്കി നോക്കും. അപ്പൊ ഏതിലാണ് ക്ലിക്ക് ആവണേ അതിനനുസരിച്ച് ഞങ്ങൾ ഫാമിലി കോംബോ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേപോലെ കണ്ടിട്ടുണ്ട്, ഒരേപോലെ ഫോട്ടോഗ്രാഫ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വലിയൊരു ടീം, നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് ഉണ്ട്. അത് നിങ്ങൾക്ക് അത്രയും സ്റ്റാഫുകളും ഉണ്ട് അല്ലെ? സ്റ്റാഫുകളുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു തരാനുള്ള ആൾക്കാരുണ്ട്. 200-ൽ പരം സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്ന 2 പേരാണ്. ശരിക്കും നമ്മൾ പല സ്ഥാപനങ്ങളിലും ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും ഒരു ട്രെയിനറും കുറേ ഡിപ്പാർട്ട്മെന്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും സ്റ്റാഫുകളെ പഠിപ്പിക്കാൻ. പക്ഷെ നിങ്ങളുടെ സ്റ്റാഫുകളെ പഠിപ്പിക്കാൻ നിങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ? ഞങ്ങൾ 2 പേരും മാത്രം തന്നെയാണ്. അതെ, ശരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ മുമ്പുണ്ടായിരുന്ന കടയിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ആദ്യം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നമ്മുടെ സ്റ്റാഫിന് എല്ലാം ചെയ്തു കൊടുക്കണം പറഞ്ഞിട്ടാണ് എല്ലാ കാര്യവും ESI PF മുതൽ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ കൊല്ലത്തിലൊരിക്കൽ മസ്റ്റ് ടൂർ കൊണ്ടുപോകണം നമ്മുടെ സ്റ്റാഫിനെ. ഞങ്ങളായിട്ട് തന്നെ ആ ടൂറിൽ ഞങ്ങളും കൺഫേം ആയിട്ടുണ്ടാവും. ഞങ്ങളും കൊണ്ടുപോയി എൻജോയ് ചെയ്യും.
ഞങ്ങളും ലേഡീസിന്റെ ഒപ്പം ഒരാളും ജെന്റ്സിന്റെ ഒപ്പം ഒരാളും, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് വെച്ചാൽ ഞങ്ങളും രണ്ടാളും അവരുടെ ഇഷ്ടപ്രകാരം അവരെങ്ങനെയാണോ അത് ശരി. അവർക്ക് എവിടെയാണ് പോണേ അതനുസരിച്ച് 2 ദിവസത്തെ ട്രിപ്പ് ആയിരിക്കും. 2 ദിവസം സ്റ്റോപ്പ് ലീവാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കേട്ടാ പുതിയ റെസ്യൂമുകൾ വരാൻ സാധ്യതയുണ്ട് ARലേക്ക് ഒരുപാട് പേരുടെ. ഓണപരിപാടികള്, വിഷു, ക്രിസ്മസ് എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേസിനും എല്ലാ ബർത്ത്ഡേസിന് എല്ലാവർക്കും, അതേപോലെ വെഡിങ്ങിന്റെ ആവശ്യം, അതൊക്കെ ഞങ്ങൾ തന്നെ പോവാറുണ്ട്. ഞങ്ങൾ ഷോപ്പിലുണ്ടെച്ചാൽ തീർച്ചയായിട്ടും, ഷോപ്പിലല്ല നമ്മുടെ നാട്ടിലുണ്ടെച്ചാൽ എന്തായാലും പോവാറുണ്ട്. അതെ, ഞാൻ നാട്ടിലുള്ളവരെ ചില അമ്മൂമാരെടുത്തും കുട്ടികളുടെ അടുത്തൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ള കുറച്ച് കാഴ്ചകളാട്ടോ. ഞാനൊരു ലോട്ടറി വിൽക്കുന്ന ഒരു അമ്മയുടെ അടുത്ത്, ലോട്ടറി വിൽക്കുന്ന ഒരു അമ്മയുടെ അടുത്ത് പോയി രാജു അവിടുത്തെ എല്ലാ ലോട്ടറിയും വാങ്ങി. അത് കൂടാതെ അമ്മയ്ക്ക് കുറെ സാരികളും കൊടുത്തു അല്ലേ. അതേപോലെ ഷോപ്പിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു അമ്മയ്ക്ക്, ഉണ്ണിയപ്പം വിൽക്കുന്ന ആ അമ്മയ്ക്ക് ഇതേപോലെ സാരികൾ കൊടുക്കുന്ന വീഡിയോ, കുട്ടികൾക്ക് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വീഡിയോ. കുട്ടികൾ ഇത്ര 1 മുതൽ LKG മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ബുക്കും ബാഗും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഇൻസ്ട്രുമെന്റ് ബുക്സും അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് ജസ്റ്റ് 1% മാത്രമാണ്, ബാക്കിയൊക്കെ ഇഷ്ടം പോലെ. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അടിപൊളി. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന റീലുകൾ ഇടുന്നത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ ബസ് ഓടിക്കും അല്ലേ? ബസ് ഓടിക്കുന്ന ഒരു റീല് ഞാൻ കണ്ടു. ബസ് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്. 2 പേർക്കും ഉണ്ടോ ലൈസൻസ്? 2 ആൾക്കില്ല. ആൾക്കാ ബസ്സിന്റെ മേലെ നല്ലൊരു, അതായത് പണ്ട് എന്തെങ്കിലും ഒരു ജോലി, ഞാൻ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജ്യൂസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ബസ് ക്ലീനറായിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി നമ്മൾ പിടിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പം അങ്ങനെ പോയിട്ട് ബസ് ഓടിക്കാൻ പഠിച്ചു. പക്ഷേ ഇപ്പോഴും ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഇടയ്ക്ക് റീസെൻ്റ് കണ്ട വീഡിയോ, ഇപ്പോഴും ആ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ ഏതെങ്കിലും നല്ല പരിചയമുള്ള ബസ് ഉണ്ടാവല്ലോ, സംസാരിച്ച് ഒരു ദിവസം ഓട്ടോ ഓടാറുണ്ട്, വരും. അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണം പറഞ്ഞിട്ടായിരുന്നു. വണ്ടികളോട് ഭയങ്കര ക്രൈസ് അല്ലേ നിങ്ങൾക്ക് അല്ലേ? മെയിൻ ക്രൈസ് ആണ്. അപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്ന വണ്ടി, ഏതാണ്, ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നൊക്കെ ഒന്ന് അറിയട്ടെ. അതുണ്ടായത് ഒരു TVS Excel ആയിരുന്നു. അതെ, ഒരു ബോക്സർ ഉണ്ടായിരുന്നു. ബോക്സർ ഏകദേശം ഒരു 6000 രൂപ, സെക്കൻഡില്ല തേർഡിനുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ വാങ്ങിച്ചു, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് ഒരു കാറ് ലോഡ് കൊണ്ടുപോകാൻ വേണം പറഞ്ഞിട്ടൊരു സെക്കൻഡ് ഹാൻഡ് കാറ്. അപ്പോൾ ആ കാറ് നമുക്ക് വാങ്ങാനായിട്ട് ഒരു 5000 രൂപയുടെ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആകെ നമുക്ക് എത്ര 1,15,000 രൂപയാണ്. അതിൽ 1,10 ആയത് കാരണം ഞങ്ങൾ കാറ് വാങ്ങാണ്ട് റിട്ടേൺ വന്നു. പിന്നെ വേറൊരു ദിവസം 2500 2 പേര് ഒപ്പിച്ചിട്ട് അത് കൊണ്ടുപോയിട്ടാണ് വാങ്ങിയത്. അതിന് ഒപ്പിക്കാനായിട്ട് 3-4 ദിവസമായി. അത് കൊണ്ടുപോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് ആ കാറിന്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്, കാണാം. അപ്പം അങ്ങനെ ആദ്യത്തെ വണ്ടി അതായിരുന്നു. പിന്നെ രണ്ടാമത്തെ നമ്മള് പിന്നെ ലൈനിലൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ വണ്ടി വേണം പറഞ്ഞിട്ട് ലോണാക്കി ആ ഒരു വണ്ടിയും കൂടി വാങ്ങിച്ചു, ഒരു സൈലോ പറഞ്ഞൊരു വണ്ടി, പിന്നെ ഒരു കാറും കൂടി വാങ്ങിച്ചു, ചെറിയ വണ്ടി വേണം പറഞ്ഞിട്ട്. അത് വന്നിട്ട് നമ്മൾ ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച വണ്ടി കംപ്ലൈന്റ് ആയി, വണ്ടി ഓടാണ്ടായി. എന്നിട്ട് ആ വണ്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഒരു ചെറിയൊരു കാർ വാങ്ങിച്ചു. അതുണ്ട്. പിന്നെ ഒരു സൈലോ, പിന്നെ ഒരു ലോഡ് വണ്ടി, പിന്നെ ഒരു ട്രാവലർ. അതെ, ട്രാവലർ വന്നിട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് ബസ്സിന് പൈസ കൊടുക്കാൻ, ബസ്സിന് ഇപ്പോൾ 13 രൂപ 14 രൂപ ചാർജായി. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാലറിക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പോകുന്നുണ്ട്. സമയം വേറിയേഷൻ വരുന്നുണ്ട്, ഷോപ്പുകൾക്ക് വരാനും തിരിച്ചു പോകാനും. അതിന് വേണ്ടിയിട്ട് അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രാവലർ അതിന് വേണ്ടി വാങ്ങിച്ചു. ഇപ്പൊ നിങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടി സഞ്ചരിക്കുന്നത് റേഞ്ച് റോവർ ആണ്. അടിപൊളി. അതേപോലെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ബോക്സറാണെന്ന് തേർഡ് ഹാൻഡ് വണ്ടിയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട്, എൻ്റെ ഒരു പേഴ്സണലായിട്ടും എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഇനി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹാർലി വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ഓടിക്കണ വണ്ടി ഹാർലി. പിന്നെ ഇതിലൊരു ഇൻസൾട്ട് ഉണ്ട്. നമ്മൾ ഇതിനു മുന്നേ കടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹാർലി വന്നപ്പോൾ റൗണ്ട് ഓടിക്കാൻ അറിയാണ്ട് ചോദിച്ചു പോയി ആള്. അപ്പൊ അത് ചോദിച്ച് കിട്ടാണ്ടായപ്പോൾ ആൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. പിന്നെ റേഞ്ച് റോവറിൽ കയറണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ബെൻസിലോ റേഞ്ച് റോവറിലേക്ക് ഇതുവരെ ഞാൻ കയറിയില്ല പറഞ്ഞിട്ട് അത് ആരും കേട്ടില്ലല്ലോ, വണ്ടി ഓടിക്കാൻ ആരും തരില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ കടയിൽ വരുമ്പോ ഇങ്ങനെ ഈ വണ്ടിനൊക്കെ നോക്കില്ല, ആ റേഞ്ച് റോവർ അയ്യോ ഇതിലൊന്ന് കയറി കിട്ടിയാൽ മതിയായിരുന്നു, ഫോട്ടോ എടുക്കാം, ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാം. പുതിയ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഫോട്ടോ എടുത്ത്, പണ്ടത്തെ ഫോട്ടോ ഇപ്പോഴും ഫോർച്യൂണറും മുന്നിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നതിനാണ് പരിപാടി. പക്ഷെ അവരും കേട്ടില്ലല്ലോ, നമുക്ക് ചോദിച്ചു ഇൻസൾട്ട്. നിങ്ങൾക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വന്ന് ചേരുന്നുണ്ടല്ലോ. അതേപോലെ അരവിന്ദിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞു. ബസ് ആക്സിഡന്റ് ആണോ അത്? ബസ് ആക്സിഡന്റ് KSRTC ആയിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു അത്? ഞങ്ങളുടെ കുത്താമ്പള്ളിയിൽ നിന്ന് തിരുവല്ല മെയിൻ സെന്ററിൽ തന്നെ വെച്ചിട്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് 6 മാസത്തിന് ശേഷം ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. ശരിക്കും തട്ടിപ്പോണ്ട ആളായിരുന്നു ഞാൻ. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂർ
ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ഡോക്ടർ ചേട്ടൻ ഉണ്ട്. ആ ചേട്ടൻ ഫ്രണ്ടായിട്ട് സംസാരിച്ച് നമ്മുടെ ഒറ്റപ്പാലം ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അന്ന് ബൈക്കിലായിരുന്നു അരവിന്ദ്? ബൈക്ക് ബൈക്കും പറഞ്ഞ ബസ്സും TVS-ലായിരുന്നു. ഉച്ച സമയത്ത് ബാങ്ക് പോയതായിരുന്നു. ബാങ്ക് പോയിട്ട് തിരിച്ചു വന്ന ആ സമയത്തായിരുന്നു ആക്സിഡന്റ്. സിമ്പിൾ. അതായത് അപ്പൊ തന്നെ KSRTC എടുത്ത് താഴത്തേക്ക് വീണിട്ട് അപ്പൊ തന്നെ വീണ് പറഞ്ഞു കഴിഞ്ഞാൽ പറന്ന് വീണതാണ്. ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എണീറ്റ്. പക്ഷെ എനിക്ക് എണീറ്റ് കിടന്നുറങ്ങുമ്പോൾ ഈ റിപ്പീറ്റ് ഇങ്ങനെ ചാടി പറന്ന് വീഴുന്ന ആ ഒരു ഓർമ്മ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? പറന്ന് ഇങ്ങനെ വീഴുക, അപ്പൊ മേലെ മരങ്ങളുടെ ആ ഇടയിൽ കൂടെ പോയി വീഴുക, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എത്ര കാലം കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിലേക്കൊക്കെ വന്നു? ഏകദേശം ഒരു 3 മാസം വരെ റെസ്റ്റ് ആയിരുന്നു. നല്ല റെസ്റ്റ് ചെയ്തു. പിന്നെ മരുന്നിന്റെ ഭാഗമായിട്ട് 1 കൊല്ലത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതും നല്ല പിക്കപ്പായി. ബായും കൊണ്ട് മൈൻഡും എന്റെ ആറ്റിറ്റ്യൂഡും എല്ലാം അതേപോലെ തന്നെ. ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഭാഗത്തേക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ആ സമയത്തൊക്കെ രാജുവിനെ ഹെൽപ്പ് ചെയ്യാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അരവിന്ദന്റെ സ്ഥാനത്തിന് ഒരു ഹെൽപ്പ്, അതായത് അരവിന്ദന് പകരം ആരും ഉണ്ടാവില്ല മാറ്റി വെക്കാൻ. എന്നാലും പക്ഷെ രാജു ഒറ്റയ്ക്കാണോ എല്ലാം ഡീൽ ചെയ്തിരുന്നത്? ഞാനും പിന്നെ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. പിന്നെ ഒരു ഹെൽപ്പിനൊരു സന്ദീപ് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അത് ഞാൻ മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതായത് വീണുടനെ വേറെ ഒരു ആൾക്കാരോട് പറഞ്ഞത് ഒന്നും ഒരു കുഴപ്പമില്ല, ഒരു പൊട്ടലും പോലില്ല, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. പക്ഷെ നേരെ അടി തലയിലേക്കായിരുന്നു. അതാണ് ഞാൻ അന്ന് ആക്ച്വലി പാലക്കാട് പോയിട്ട് വന്നോണ്ടിരിക്കുക. അപ്പൊ അരവിന്ദിന് ആക്സിഡന്റ് ആയതുകൊണ്ട് വിളിച്ച ഒരാള്, ഓക്കെ കുഴപ്പമില്ല. വീണ്ടും ഒരാൾ വിളിക്കുന്നു. അപ്പൊ 4-5 ആൾ വിളിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. പോയി നോക്കും ഭയങ്കര തിരക്ക്. അപ്പൊ ഇങ്ങനെ സംഭവം നടച്ചപ്പോ ആകെ നാട് മൊത്തം ശരിക്കും പ്രാർത്ഥിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഇത്രയും ഫേമസ് ആയിരുന്നില്ല. നല്ലൊരു പയ്യൻ ഇങ്ങനെ പറ്റി പറഞ്ഞപ്പോൾ നാട് മൊത്തം കാണാനും വന്നു. ഏകദേശം എല്ലാ ആൾക്കാരും കാണാൻ വന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാര് അമ്പലത്തേക്ക് പായസം വെച്ച് അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവം തന്നെ. അവര് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തു അരവിന്ദന്റെ റിക്കവറിക്ക്. അപ്പോൾ ആക്സിഡന്റ് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനും വൈഫും കൂടിയിട്ട് അത്ര ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്ന ദിവസം വരണം, നിന്റെ പേരിൽ ഇങ്ങനെ ഒരു വഴിപാടുണ്ട്, നീ വരണം പറഞ്ഞിട്ട് പിന്നെ ഞാനും വൈഫും കൂടി പോയി അതൊക്കെ ചെയ്ത് ഭംഗിയായി ചെയ്തു. എല്ലാം നല്ല രീതി. പക്ഷെ ഒറ്റ വർഷം കൊണ്ടാണ്, അതായത് ഒറ്റ വർഷത്തിൽ നമ്മൾ ഫേമസ് ആയിരുന്നു കച്ചവടത്തിൽ തന്നെ. കച്ചവടത്തിൽ ഏകദേശം ഒരു 3-4 മാസത്തിൽ ഫേമസ് ആയിരുന്നു. ഒരു വലിയ ഓർഡർ, ഞങ്ങളുടെ ഓർഡർ എല്ലാം കണക്ട് ചെയ്ത് എല്ലാം ഞങ്ങൾ കൊടുക്കണം. 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഓർഡർ കൊടുക്കണം. ആ ഒരു സമയത്തായിരുന്നു ഈ ആക്സിഡന്റ് പറ്റിയത്. അപ്പോൾ 3 മാസം കൊണ്ട് എനിക്ക് എല്ലാം റെഡിയായി വന്നു. പിന്നെ ആ 3 മാസത്തിലെ ഓർഡറൊക്കെ തീർത്തു, എല്ലാം റെഡിയാക്കി സെറ്റാക്കി എല്ലാം റെഡിയായി. അപ്പൊ അതൊരു മോശപ്പെട്ടൊരു ഓർമ്മയായിട്ട് അത് എവിടെയെങ്കിലും മാഞ്ഞു പോട്ടെ. അതിനി നിങ്ങളെ ഹോണ്ട് ചെയ്യാതിരിക്കട്ടെ. അരവിന്ദനെ അത് ആ ഓർമ്മ, രാജുവിനെ അത് ഹോണ്ട് ചെയ്യാതിരിക്കട്ടെ. നിങ്ങൾ കുറച്ചു നേരമായിട്ട് നോക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ഒരു പഴയ വൈബിലേക്ക് വരാം. അല്ലേ രാജു, അല്ലേ അരവിന്ദ് എന്ന് കുറച്ചു നേരമായിട്ട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളെന്താ അത്രയും ചക്കര അടയാണോ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയോ നിങ്ങൾക്ക്? എന്ത് ചോദിച്ചാലും അല്ലേടാ ഇപ്പുറത്ത്, അല്ലേ അരവിന്ദ് ഇങ്ങനെ ചോദിക്കുന്നത് കാണാം. അപ്പൊ അരവിന്ദിന്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ കണ്ടിട്ടുണ്ടാവുക, രാജുവിന്റെയും നല്ല വശങ്ങളായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് പരസ്പരം പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് രാജുവിന് എന്താ അരവിന്ദിൽ കണ്ട ഒരു വീക്ക് പോയിന്റ്? അതായത് ആള് ഈ സാലറി ഡേറ്റ് ഒക്കെ ഉണ്ട്, ഡേറ്റ് 1, 2, 3 ഒരു 3 ദിവസം ടെൻഷനിലായിരിക്കും. ആ സമയത്ത് പോയിട്ട് മിണ്ടാൻ പാടില്ല. ഇപ്പോഴും മിണ്ടിയാ തീർന്നു. അതെനിക്ക് മസ്റ്റാണ്. എന്താ മിണ്ടാൻ പാടില്ലെന്ന് വെച്ചാല് തമാശ പറയാൻ പാടില്ല. ആൾ ഓൾറെഡി ഇതിലാണ്. അങ്ങനെ ഓഫീസിൽ വന്നിരിക്കും. ഞാൻ ഓഫീസിലാണ് ഇരുന്ന് കണക്കും കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പൊ എനിക്കത് തീർക്കണം. 1, 2, 3 ദിവസങ്ങളിൽ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ 3 ദിവസം പോയില്ല ഓഫീസിലേക്ക്. ആ മതി, അങ്ങനത്തെ ഒരു ഇത്. അത് ശരി. അത് മാത്രമേ ഉള്ളൂ ഒരു മോശമായിട്ട് പറയാൻ. പക്ഷെ അത് ഭയങ്കര മോശമല്ല കേട്ടോ. അത് ഭയങ്കര വർക്കിനോടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്. ഞാൻ തന്നെ അല്ലെങ്കിൽ ഈശ്വര അങ്ങനെ അതൊക്കെ ഒരു മോശമാണോ? അത് ഭയങ്കര നല്ല കാര്യമല്ലേ? ഫാമിലി എടുത്ത് പോകുമ്പോൾ അവിടെ വീട്ടിലും ഇത് തന്നെയാണ്, കണക്കാണ് ഓർമ്മ വരുന്നത്. അതെ, തീർച്ചയായിട്ടും. ആ സമയം എനിക്ക് അവരും ഡിസ്റ്റർബ് ചെയ്യില്ല. അവരും അത്രയും സപ്പോർട്ടാണ്. അപ്പൊ രാജുവിന്റെ ഒരു വീക്ക് പോയിന്റ് പറയുക. രാജുവിന്റെ വീക്ക് പോയിന്റ് മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചാൽ തട്ടരുത്. സത്യം മാത്രമേ ഇവിടെ പറയാൻ പാടുള്ളൂ. തട്ടരുത്. വേണ്ട 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 എവിടേക്കെങ്കിലും എന്താന്ന് പെട്ടെന്നൊരു ടെൻഷൻ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മുൻകൂട്ടി ചോദിച്ചു, ആളെന്നോട് പറഞ്ഞിട്ട്. ഒരു അമ്പലത്തേക്ക് പോകാണെച്ചാലും എവിടേക്ക് പോകാണെച്ചാലും രാജുവിനെ ഞാൻ എണീറ്റതും ഒരു 5:30 പോകണം. ഒരു 5 മണിക്ക് ഞാൻ എണീറ്റ് രാജുവിന് അമ്പലത്തിൽ പോകണം, ഗുരുവായൂർ പോകണം. അങ്ങനെ പറയും. അപ്പൊ 1/2 മണിക്കൂർ റെഡിയായി വരാനുള്ള സമയം ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ 6 മണിക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. സമയം ഭയങ്കരമായിട്ട് പാലിക്കുന്ന ഒരാളാണ്. പോകേണ്ടത് 6 മണി. അവിടെ പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ വണ്ടി എടുത്ത് പോവാ. അപ്പൊ അവിടെ പോയിട്ട് അതപ്പോ വരാ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഏകദേശം മാറിയിട്ടുണ്ട്.
ഇല്ലല്ല മാറിയിട്ടുണ്ട്. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇനിയിപ്പോ പക്ഷെ ഇതൊരു വീക്ക് പോയിന്റ് ആണോ അല്ലല്ലോ? ഇല്ല, പക്ഷെ നിങ്ങളെ മോറൽസ് ആക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഡെയിലി റുട്ടീൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന പോലെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. പക്ഷേ ഈ ഓണം വിഷു വരുമ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ അത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പൊ ജിമ്മിൽ പോയി ഞാൻ ചേരും. ഈ ഒരു മാസം ചേർന്നാ പോയ 2 ദിവസം ഉണ്ടാവും, അത് അപ്പോഴേക്കും നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അത് അതോടെ കൂടി പോകും. ഓരോ ഭാഗത്തേക്ക് പോവാ. ഇങ്ങനെ ഓരോ എറണാകുളം, ട്രിവാൻഡ്രം ഇങ്ങനെ ലൈൻ സപ്ലൈ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി അതേപോലെ ഫുഡ് കഴിക്കുന്ന ആ സമയമൊക്കെ ഭയങ്കര മോശമാണ് ഞങ്ങളുടെ. അത് ശരി. അപ്പൊ ഉറക്കം, ഫുഡിന്റെ രീതി, ഈ പറയുന്ന ചിട്ടവട്ടങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെതായ ഏജ് ആകുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും. അപ്പൊ എത്തിയതിനു ശേഷം പിന്നെ ഇതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും. ഓ ശരി, കുറച്ചുകൂടെ പ്രായമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇപ്പോൾ പറ്റുന്നില്ല. Okay, സമയത്തിന് ഞങ്ങൾക്ക് സമയം. കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ ഒരു 9 മണിക്ക് ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ പോണത് 3-3:30 ആയിരിക്കും. രാത്രി 3:30-ക്കോ? ഉച്ചയ്ക്ക് 3:30-ക്ക്. ആ ശരി ശരി. ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ 3:30-ക്ക് പോയില്ല, വൈകുന്നേരം പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെയും വന്നു കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ 4 മണി അല്ലെങ്കിൽ 5 മണി, ചിലപ്പോൾ സ്റ്റാഫുകൾ ഷോപ്പിലേക്ക് വരുമ്പോഴേക്കും പോകുന്നുണ്ടാവുക. അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. അത് സീസൺ ഒരു 2 മാസം എന്തായാലും ഞങ്ങൾ എവിടേക്കും പുറത്തേക്ക് പറഞ്ഞ് പോകാനുള്ള ദിവസങ്ങളെ ഉണ്ടാവില്ല. ഇല്ല, ഇതിപ്പോ രാജുവിന് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അരവിന്ദിനെ സംബന്ധിച്ചോളം ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? അല്ല, 2 മാസം അവരും അതിനനുസരിച്ച് നിൽക്കും. ഷോ, ഭയങ്കര നേരത്തെ പറഞ്ഞ ആ ദുശീലത്തിനോട് ഭാര്യ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, ഇതും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇനി അടുത്തത് രാജുവിന്റെ ഊഴമാണ്. ഈ വർഷം കല്യാണം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യനെ എടുത്താൽ മതി. ജോലിയുടെ കാര്യം, രീതികൾ എല്ലാം പറഞ്ഞിട്ട് ഈ ദുശീലമൊക്കെ പറഞ്ഞിട്ട് വേണം കേട്ടോ ആളെ കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും നല്ലൊരു പെൺകുട്ടിയെ തന്നെ രാജുവിന് കിട്ടട്ടെ. തീർച്ചയായിട്ടും. അതെന്താ സംഭവം വെച്ചാൽ ഞാൻ ആദ്യം തിരക്കൂട്ടിയതാണ് കല്യാണം കഴിക്കാൻ. അപ്പൊ അരുവെന്ന് പറഞ്ഞു പെട്ടെന്ന് പറയട്ടെ. പറഞ്ഞോ, ഇവിടെ എന്തും പറയാം, ചോദിക്കണ്ട. അത് ആദ്യം ഞാനും കല്യാണം കഴിക്കാടാ തിരക്കൂട്ടി. അതെന്താ പറഞ്ഞതെന്ന് പ്രത്യേകം എനിക്ക് അറിയണേ, എനിക്കത് കേൾപ്പിച്ചു തരണം. അതായത് ആദ്യം പറഞ്ഞവൻ എടാ രാജു നമുക്ക് ഒരേ സമയം കെട്ടാ പറഞ്ഞ ആള്. പിന്നെ ആ സമയത്ത് പിന്നെ വീട് പണിയൊക്കെ ഉള്ള കാരണം വേണ്ട പോകാൻ പറഞ്ഞാൽ ആദ്യം കെട്ടിക്കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു പെട്ടെന്ന് കെട്ടി നമുക്ക് ഒരുമിച്ച് ടൂറൊക്കെ പോകണ്ടേ, ഞാൻ മാത്രം പോയി എനിക്ക് ശരിയാവില്ല പറഞ്ഞു. 1 മാസം കഴിഞ്ഞ പറഞ്ഞു ആളും ചവിട്ടി, രാജു കല്യാണം നോക്കണ്ടോ? ശരി, ഒരു 2 മാസം കഴിയട്ടെ പറഞ്ഞു. പിന്നെ 2 മാസം കഴിഞ്ഞ പറഞ്ഞു രാജു ഒരു 6 മാസം കഴിയട്ടെ. പിന്നെ പോകുന്നവരും പതുക്കെ കിട്ടിയാൽ മതി, ഇപ്പൊ തിരക്കൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പൊ രാജു കല്യാണം കഴിക്കുന്നതുകൊണ്ട് സന്തോഷമാണ്. പിന്നെ പെട്ടെന്ന് കഴിക്കണം. അവനും അതേപോലെ ആ സിറ്റുവേഷനിൽ എവിടേക്കും പോകുമ്പോൾ ഒരു 2-3 ആള്, ഞങ്ങളുടെ ഒരു 4 ആളൊരു ഗ്യാങ് ആണ്. അപ്പൊ എവിടേക്കെങ്കിലും പോവാൻ വെച്ചാൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഇവര് 3 ആള് പോകും. ഞാൻ വീട്ടിൽ ലോക്കാണ്, കുട്ടിയുണ്ട്, മനസ്സിലായില്ലേ? വൈഫുണ്ട്. ലോക്കാണോ? ലോക്കാക്കി വെച്ചിരിക്കുകയാണോ? ലോക്ക് ആക്കി വെച്ചതല്ല, പോണം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിടും, ഞാൻ പോണം പറഞ്ഞു കഴിഞ്ഞാൽ വിടും. പക്ഷെ ആഴ്ചയിൽ 4 ദിവസം പോണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിടും. പക്ഷെ അവരുമായിട്ട് പോവാറില്ലേ? അവരെ സന്തോഷിപ്പിക്കാറില്ലേ? അവരായിട്ട് പോവാറുണ്ട്. പക്ഷെ ആഴ്ചയിൽ ഇവരുടെ ഒപ്പം 4 ദിവസം പോണം പറഞ്ഞു കഴിഞ്ഞാൽ വിടാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുഞ്ഞുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പല കാര്യങ്ങളും ഉണ്ടാവും. അത് തന്നെയാണ്, അതാണ് ഇപ്പൊ തന്നെ കെട്ടണം പറഞ്ഞത്. അത് ശരി, അവനും കൂടെ അങ്ങ് അനുഭവിച്ചോട്ടെ. അതാണ് സംഭവം. പെട്ടെന്ന് കെട്ടിയാ ഞാൻ അനുഭവിക്കാമല്ലോ. നിങ്ങൾ ശരിക്കും എല്ലാം ഒരേപോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ? ഒരേ ടേസ്റ്റുകളും ഒരേ ഇഷ്ടങ്ങളും. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ 10ാം ക്ലാസ് വരെ രണ്ടുപേരും 10. അപ്പൊ അതിനുശേഷം നിങ്ങൾ എന്താ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, പഠിക്കാൻ ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടാണോ, എന്താണ് അതിന്റെ ഒരു കാരണം? എന്താ? വീട്ടില് സാമ്പത്തികമായിട്ടും എന്നും പറയാം, വീട്ടില് എനിക്ക് വീടിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഞാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എൻ്റെ ഇപ്പോഴുള്ള പഴയ വീട് ഞാൻ പണിത് എല്ലാം സെറ്റായി. ഞാൻ അച്ഛൻ, അമ്മ, അനിയൻ എല്ലാവരും കൂടിയിട്ട് ആ വീട്ടിലേക്ക് മാറിയത്. അത് ഷോപ്പിൽ കയറി ഒരു 2 വർഷത്തിന് ശേഷമായിരുന്നു, 2-4 വർഷത്തിന് ശേഷമായിരുന്നു പുതിയ വീട്ടിലേക്ക് മാറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പുതിയ വീട് കയറ്റി, 2 ആൾക്കും പുതിയ വീടുണ്ട്. രാജുവിന് ഓൾറെഡി വീടുണ്ടായിരുന്നു, പക്ഷെ വീടെന്ന് പറയാൻ പറ്റില്ല അല്ലേ രാജു? അത്രയും അപ്പോഴത്തെ സിറ്റുവേഷനിൽ കെട്ടിയിട്ടുള്ള ഒരു വീട് മാറിയത്. കഴിഞ്ഞ വർഷം വരെ എന്റെ വീട് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതെ, ഇപ്പോൾ ഞാനൊരു 6 മാസത്തിന് മുന്നാണ് ഞാനും വീട് മാറിയത്. രാജും ഇപ്പോൾ നല്ലൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്നും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഇതായിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ 2024 വരെ ആ പഴയ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീടാണ്. പക്ഷെ ഞാൻ രാവിലെയൊക്കെ ആ വീട്ടിൽ വീടിനാണ് രാവിലെ പല്ല് തേക്കാൻ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒരു ചെറിയൊരു ടൗസറും പനിയിട്ടിട്ട്. അപ്പോൾ കുറേ കോളേജ് കുട്ടികൾ നെയ്ത്ത് പഠിക്കാനായിട്ട് വഴി കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ഒറ്റ ഓട്ടം ഓടും ഉള്ളിരിക്കും. എന്താണെന്നറിയോ, അവർക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കില്ല. ഇവർ വന്നാൽ ഇങ്ങനെ നിന്നിട്ട് ഈ റീൽസിൽ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അല്ലല്ല ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മുഖത്ത് ഇതാക്കിയിട്ട് ഒറ്റ ഓട്ടം ഓടും. ഇതിന് മുന്നേ 3-4 വട്ടം ആരെങ്കിലും പിരിവുകാർ വരും, എന്തെങ്കിലും ഇതാ വരുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കണ്ടാവും എന്തെങ്കിലും ചെയ്തിട്ട്, ഈ ചേട്ടൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞ് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ
കുഴപ്പമില്ലാണ്ടായി. ഇപ്പൊ വീട് കെട്ടി. ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് കെട്ടിയത്. വീട് കെട്ടി. കുഴപ്പമില്ലാത്ത എന്താ വെച്ചാൽ എനിക്ക് ആ വീടിനോട് അഭിമാനമുള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്ന് അനു എന്ന് പറയുമ്പോഴേ ചേട്ടാ നിങ്ങൾ അവിടെ ഇങ്ങനെ ആണല്ലോ, ഇപ്പൊ ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. ആ അതാണ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഈ പെണ്ണുങ്ങളുടെ കാര്യം ചോദിച്ചപ്പോ ചോദിക്കുകയാണ്, രണ്ടുപേർക്കും പ്രണയം ഉണ്ടായിട്ടുണ്ടോ? രാജു മുഖം മാറിയല്ലോ. എന്തിനു ചോദിച്ചു എനിക്ക് കല്യാണമൊക്കെ അടുക്കുകയാണെന്നൊക്കെ. പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള സംഭവം ഒന്നും അല്ലല്ലോ. അത് ശരിയാണ്. പ്രണയിച്ചിട്ടുണ്ടോ? ആരെന്നൊന്നും പറയണ്ട. സുവർണ ചിലപ്പോ എന്നെ തല്ലും വന്നിട്ട്. വേണ്ട, തല്ലുമല്ലേ? തല്ലും പറയാതെ പറഞ്ഞു അരവിന്ദിന് ഒരു പ്രണയം ഉണ്ടായിരുന്നതല്ലേ അരവിന്ദ്? ഉണ്ടായിരുന്നു. സ്വർണ്ണയായിരുന്നു. ആൾ തന്നെ കിട്ടി. ഇത് പറയിപ്പിക്കാനാണോ ഞാനിപ്പോ ഇത്ര കഷ്ടപ്പെട്ടെ? ഭാര്യയെ പ്രണയിച്ചു, ഭാര്യയെ കല്യാണം കഴിച്ചു. രാജു ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇനി അത് മാത്രമായിട്ട് ഒഴിവാക്കേണ്ട എന്തിനാന്ന് കരുതി ചോദിച്ചതാണ്. ഉണ്ടായിരുന്നു. ആ ഒരു പ്രായത്തില് പ്രണയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ്സിലേക്ക് വന്നപ്പോ പ്രണയം ബിസിനസ്സിനോടായി. മെയിൻ ബിസിനസ് തന്നെയായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെയും. പ്രണയം ഉണ്ടെച്ചാലും ബിസിനസ് തന്നെയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ വർക്കഹോളിക് മുതലാളികളാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും. ഷോപ്പിൽ ഇങ്ങനെ തന്നെ അടുത്തടുത്തിരിക്കുമ്പോ അടിയും ഇടിയൊക്കെ ഇതന്നെ ഫുൾ ടൈം. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് എന്താ മിനി മിലിറ്റിയോ ഗെയിം കളിക്കുക. പിന്നെ ബ്രേക്ക് സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഫുഡ് കഴിക്കാൻ പോണ മുന്നേ അരമണിക്കൂർ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയിട്ട്. ഓ ശരിക്കും എന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഈ ഒരു ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ചോദ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ദേഷ്യപ്പെടാറുണ്ടോ? ഡിബേറ്റ്, ആർഗ്യുമെന്റ്സ്, അതായത് എന്താ പറയാ എക്സ്ട്രീം ലെവലില്. ഈ ജോലി ഇതാണല്ലോ, ഇത്രയും പേരെ കൈകാര്യം ചെയ്യണം, ഇത്രയും രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എടുത്ത് ഹാൻഡ്ലൂം സാരീസുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങളോട് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര ദിവസമൊക്കെ മിണ്ടാതിരിക്കും? ദിവസം ഉണ്ടാവില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നൈറ്റ്. ഒരു ദിവസം, ഒരു നൈറ്റ് അല്ല, അന്ന് രാവിലെ അടിയായി കഴിഞ്ഞാൽ, അടി മീൻസ് വാക്തർക്കായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങള്. ആരാ ആദ്യം വന്ന് മിണ്ടുക? രാജു ആണ്. അരവിന്ദ് മിണ്ടിയിട്ടേ എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ദേഷ്യമായി കഴിഞ്ഞാൽ പിന്നെ അവൻ വന്ന് മിണ്ടും. അവൻ അതേപോലെ തട്ടിണ്ടെച്ചാ ഞാനും പോയി ആലോചിക്കും, അവൻ ആലോചിക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ അത് തീർക്കും. പിന്നെ നല്ല സ്നേഹവും. പിന്നെ ചക്കരയടയാവും. പിന്നെ ഒന്നും പറയാൻ അങ്ങോട്ടുള്ള നല്ല സ്നേഹ. അതെ. പിന്നെ അടുത്ത അടിക്കുള്ള ഏർപ്പാട് ഉണ്ടാവില്ല. കാരണം ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട. കാരണം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് വരെ നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് കാരണം നല്ലതെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ഇടയ്ക്ക് വരണം. ഇടയ്ക്കൊന്ന് വന്നാലാണ് ഞങ്ങളുടെ ഒന്നും കൂടി. പിന്നെ ആ ഒരേപോലെ പോകുമ്പോ അതൊരു. അതെ. അത് ഏതൊരു റിലേഷനും അങ്ങനെ തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാം തികഞ്ഞവരാണ്, നമുക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പം, പക്ഷെ ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അറിയുക നമ്മളെ പോലെ തന്നെ അവർക്കിടയിലും ഓരോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അവർ കവറപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെ ഉള്ളത്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇനിയിപ്പം നമ്മുടെ ലൈഫ് ചാറ്റ്സ് വിത്ത് അഞ്ജലി നായരുടെ പ്രേക്ഷകരോടും ARന്റെ ഇഷ്ടപ്പെട്ട ഓഡിയൻസിനോടും ഒക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് മാത്രമേ പറയാനുള്ളത്. കാരണം അവരുള്ളത് കാരണമാണ് നമ്മൾ ഈ സീറ്റിൽ വരെ എത്തിയത്. കാരണം അപ്പോൾ പ്രേക്ഷകർക്ക് നമ്മളെ അറിയാത്തവരും ഉണ്ടാവാം, അറിയുന്നവരും കുറേ പേരുണ്ടാവാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് വരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട്. കൂടാണ്ട് ഇത് പറയണമെന്ന് മാത്രമല്ല, നമ്മുടെ കുത്താമ്പളി നെയ്ത്ത് ഗ്രാമം ഒന്ന് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഷോപ്പിലും കൂടി ഒന്ന് കയറുക. AR ഹാൻഡ്ലൂംസ് എന്നാണ് ഷോപ്പിന്റെ പേര്. കയറുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിന്റെ പേര് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി അല്ലേ അറേഞ്ച് ചെയ്ത് തരാം. കൂടാണ്ട് ഒരു അനുഭവം എന്താ വെച്ചാൽ, നെയ്ത്ത് ഗ്രാമം സന്ദർശിക്കുന്ന കൂട്ടത്തിൽ നെയ്ത്തും കാണാം. നമ്മുടെ എല്ലാ ഷോപ്പിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് മാത്രമല്ല. അപ്പോൾ നേരിട്ട് വരിക. നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട്, വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. കൂടാണ്ട് നമ്മുടെ സെയിൽസ്, നമ്മുടെ ഇപ്പോൾ ഒരുപാട് റീസെല്ലേഴ്സും പൊട്ടിക്കാരും ഒരുപാട് ഷോപ്പുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓണാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വളരെ വില കുറവിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ്. കൂടാണ്ട് വെഡ്ഡിംഗ് ഷോപ്പുകാർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നമ്മളുണ്ട്. വെഡ്ഡിംഗ് ഷോപ്പ് മാത്രമല്ല, ഒരു പീസ് എടുക്കാൻ വരാണെങ്കിലും ആ വഴി കൂടെ വരുമ്പോൾ ഒന്ന് കയറിയാൽ മതി. ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. ഓൺലൈനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ടീം തന്നെ സെറ്റിംഗ് ഉണ്ട്. വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെങ്കിലും നമ്മുടെ ഓൺലൈൻ ത്രൂ ഈസി ആയിട്ട് നമ്മുടെ സ്റ്റാഫിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അടിപൊളി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അവരുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പരാതി ഉണ്ടെങ്കിൽ എന്നെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് പറയാം, ചേട്ടാ ഇന്നെ റിപ്ലൈ ഇല്ല പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നെയ്ത്തിൻ്റെ ഒരു ഡെമോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും നെയ്ത്തും കൂടി കണ്ട് അതേപോലെ വീവ് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്, ഏത് ബിസിനസ് ആണെച്ചാലും നമുക്കത് നല്ല ഹാർഡ് വർക്കിലൂടെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് ആണ് മസ്റ്റ്. മെയിനായിട്ട് ഹാർഡ് വർക്കാണ്. ഒരു ചായക്കട വെക്കുകയാണെന്ന് വെച്ചാലും നമ്മളെപ്പോലെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെച്ചാലും ബിസിനസ്സിനെ സ്നേഹിച്ച് അതിനെ വളർത്തിക്കൊണ്ടുപോവുക. അന്നേരമാണ് വിജയിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാനുണ്ട്.
നമ്മളുടെ ഷോപ്പ് എന്നുള്ളത് നിങ്ങളുടെ ഷോപ്പായിട്ട് കണ്ടാൽ മതി. ഏത് ഒരു സമയമാണെങ്കിൽ കയറി വരാം. ഒരു അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് അറിയണം. നമ്മുടെ സ്റ്റാഫുകളെയും നമ്മളെയൊക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ വീട് പോലെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ നമ്മൾ തരുന്നുണ്ട്. ഈ പറയുന്നതല്ല, നിങ്ങൾ നേരിട്ട് വന്ന് അനുഭവപ്പെടാം. എന്തായാലും വരുമ്പോൾ ഞങ്ങൾ സപ്പോസ് ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കണം. അല്ല, ഞാനും ഒരു അനുഭവസ്ഥ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇവരുടെ AR സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അതിലുപരി ഇവരുമായിട്ട് അത്രയും അടുക്കാൻ കാരണത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേർക്ക് അറിയാം. എൻ്റെ ഭർത്താവ് അജിത്ത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജു ഇതേ മേഖലയിലാണ്, കൈത്തറി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ചെറിയ നെയ്ത്തും പരിപാടികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരുക്കി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പോയി കണ്ട് എനിക്ക് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പം അതിലൂടെ എനിക്ക് ഇവരെ പറ്റി, അച്ഛനെ എപ്പോഴും രാജു അരവിന്ദ് പറഞ്ഞ ഭയങ്കര എപ്പോഴും പറയാറുണ്ട് രണ്ടുപേരെയും പറ്റി. അങ്ങനെയാണ് അച്ഛനിലൂടെയാണ് ഞാൻ ഇവരെ അറിയുന്നതും ഇവരുടെ കടയിലൊക്കെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം എനിക്കുണ്ടായ അനുഭവം കാരണം തന്നെ ഞാൻ ഒരുപാട് വട്ടം ഇവരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഇവരുടെ ഡ്രസ്സുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്കും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇവർ വന്നു എന്നുള്ളതാണ് അതിനേക്കാളും സന്തോഷം. ഇത്രയും തിരക്കുകൾക്കിടയിലും ഒരുപാട് പേര് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ഇവരുടെ പിന്നിലുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം മാറ്റിവെച്ച് തിരുവല്ലാമലയിൽ നിന്ന് ഇവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് രാജുവിനും അരവിന്ദനും. ശരിക്കും സന്തോഷം. നിങ്ങളോടാണ് വലിയ നന്ദി പറയേണ്ടത്. നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ വിചാരിച്ചില്ല ഇത്രയും സെറ്റപ്പ് ആയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഗംഭീര സെറ്റപ്പായിരുന്നു. ഞങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതിന് വേണ്ടിയിട്ട് വലിയൊരു നന്ദി ഈ ടീമിനോടും നിങ്ങളോടാണ് പറയേണ്ടത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു അവസരം തന്നതിൽ, ആദ്യത്തെ ഒരു ഇന്റർവ്യൂ തന്നതിലും എല്ലാവരോടും വലിയൊരു നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം. ഉയരങ്ങളിലെത്തണം ഈ ഒരു ചാനൽ. എല്ലാവരും സന്തോഷിക്കട്ടെ. ടീം പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു രാജു, താങ്ക് യു അരവിന്ദ്. താങ്ക് യു. അപ്പോൾ AR എന്ന അരവിന്ദിന്റെയും രാജുവിന്റെയും ആ സുഹൃത്തുക്കളുടെ വിജയഗാഥ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇതുപോലെ ഇൻസ്പയർഡ് സ്റ്റോറീസ് നിങ്ങൾക്കും പറയാനുണ്ടെങ്കിൽ ഡു ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് us. ആൻഡ് സൈനിങ് ഓഫ് ലൈഫ് ചാറ്റ്സ് വിത്ത് അഞ്ജലി നായർ. താങ്ക് യു.